എറണാകുളം കാഞ്ഞിരമറ്റം സ്കൂളിലെ +1 വിദ്യാർത്ഥികൾ തമ്മിലടി. അടിച്ചത് ബെസ്റ്റി ആരാണെന്ന് കണ്ടെത്താൻ. വളരെ രസകരമായി നമുക്ക് തോന്നാം. മുളന്തുരുത്തി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ കാഞ്ഞിരമറ്റം സ്കൂളിലെ +1 വിദ്യാർത്ഥികൾ ക്ലാസ്സിലെ ഉള്ള പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്. അങ്ങനെ 2 പേര് ഞാനാണ് എന്ന് പറഞ്ഞു വന്നു. അപ്പം ബെസ്റ്റിയെ ആരാണ് ബെസ്റ്റി, അവളുടെ ബെസ്റ്റി ആരാണ് എന്ന് കണ്ടെത്താൻ തമ്മിൽ അടിച്ചു തീർക്കാവുന്നു. മറ്റു പിള്ളേരൊക്കെ രസമായിട്ട് കണ്ടു. അവരെല്ലാം ചുറ്റും കൂടി. ഇവന്മാർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി. ഒരാൾ അങ്ങോട്ടടിക്കുമ്പോൾ മറ്റൊരാൾ ഇങ്ങോട്ട്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിച്ച് അതിൽ വിജയിക്കുന്ന ആൾ ബെസ്റ്റിയാവും, ആ പെൺകുട്ടിയുടെ ബെസ്റ്റി. അടിപൂരം നടന്നു. ആൾക്കാരെല്ലാം കൂടി, പിള്ളേരെല്ലാം കൂടി അടി കണ്ട് രസിച്ചു. പക്ഷേ പരിക്കേറ്റു പലർക്കും. ഒരാൾക്ക് വളരെ ഗുരുതരമായി തന്നെ പരിക്കേറ്റു. സാർമാരൊക്കെ ഇടപെട്ടു. ഈ വിവരം മാതാപിതാക്കൾ അറിഞ്ഞു. അവരെ വിളിച്ചു വരുത്തി. ആ പെൺകുട്ടിയുടെ ബെസ്റ്റി ആരാണ് എന്ന് നിശ്ചയിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടത്തി നിശ്ചയിക്കാവുന്നതാണ് അവരുടെ തീരുമാനം. പിള്ളേരുടെ ഓരോ ഇടപാടുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതായാലും മുളന്തുരുത്തി പോലീസിലെ അടി കൂടുതൽ കിട്ടിയ മാതാപിതാക്കൾ മോനെയും കൊണ്ടുപോയി എതിർകക്ഷിയിലെ പയ്യനെയും വിളിച്ചു. 2 കൂട്ടർക്കും അടി ശരിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് പരിക്ക് അല്പം ഗുരുതരമാണ്. എങ്കിലും അടിയുടെ കാഠിന്യം കണ്ട് പോലീസ് കേസെടുക്കാം എന്ന് കരുതി. ഈ സമയത്ത് മാതാപിതാക്കൾ 2 പേരെയും അവർ സംസാരിച്ചു. കുട്ടികളാണ്, മൈനറാണ്, +1 വരെ എത്തിയിട്ടുള്ളൂ. അവരെ ആ പെൺകുട്ടിയുടെ ബെസ്റ്റി ആരാണ് എന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമം. ഏതായാലും മാതാപിതാക്കൾ കുട്ടികൾക്ക് കൂടുതൽ പരിക്കേറ്റ കുട്ടിയുടെ മാതാപിതാക്കൾ കേസ് വേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം വാദിയും പ്രതിയാവും, ആ ചൈൽഡ് ലൈനിലൊക്കെ പോകേണ്ടി വരും, പ്രശ്നം ഗുരുതരമാണ്. അതുകൊണ്ട് അവർ തമ്മിൽ ഒത്തുതീർപ്പിലായി. മുളന്തുരുത്തിയിലെ SHO KP മനീഷ് കേസെടുക്കാൻ ശ്രമിച്ചതാണ്. ഏതായാലും ആ അഭിപ്രായത്തോട് മനീഷും ശേഖരിച്ചു. പക്ഷേ മനീഷ് പറഞ്ഞു, എനിക്ക് ഏതായാലും ഇത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എറണാകുളത്ത് അറിയിച്ചേ പറ്റുള്ളൂ. ഏതായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അറിയിച്ചു. കാരണം ഇവർ തമ്മിൽ യോജിച്ചു. കുട്ടികൾ തമ്മിൽ ഘോരമായ അടി അവിടുത്തെ കാഞ്ഞിരമറ്റം സ്കൂളിനകത്ത് വെച്ച് നടന്നതാണ്. ബെസ്റ്റി ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപ്പറ്റി നമ്മൾ ആലോചിച്ചപ്പം കുട്ടികളുടെ സ്ലാങ് എല്ലാം മാറി. മലയാളി കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും പഠിക്കുന്നവർ സിനിമ എല്ലാം കണ്ട് ഇവരുടെ സ്ലാങ്ങുകൾ ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്കത് മനസ്സിലാവില്ല. അമേരിക്കയിലെ കോളേജ് ക്യാമ്പസിലും അതുപോലെ സ്കൂൾ ക്യാമ്പസിലൊക്കെ അമേരിക്കൻ സ്റ്റൈലിൽ വളരെയധികം സ്ലാങ്ങുകൾ വന്നു. ഇംഗ്ലീഷിലെ പല വാക്കുകൾക്കും സ്ലാങ് വാക്കുകൾ വന്നു. അതിനർത്ഥമൊന്നും നമുക്ക് മനസ്സിലാവില്ല. എങ്കിലും ടിക്ടോക്കിലും യൂട്യൂബിലും ഒക്കെ സ്ലാങ് വാക്കുകൾ, കാരണം നമുക്ക് മനസ്സിലാകാത്ത ചില വാക്കുകൾ. ഇപ്പോൾ ബെസ്റ്റി, അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ബെസ്റ്റിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ഏറ്റവും ഇഷ്ടമുള്ള 2 പേരിൽ അത് ഒരാൾ മാറിക്കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ബെസ്റ്റിയെ തിരഞ്ഞെടുക്കുക. 2 കുട്ടികളും ഇവിടെ മൈനർ ആയതുകൊണ്ടാണ് അത് മുന്നോട്ട് പോകാതിരുന്നത്. ഏതായാലും ഇതുപോലെയുള്ള സ്ലാങ് വാക്കുകൾ ഇപ്പം മലയാളത്തിൽ ധാരാളം പ്രചാരം ലഭിക്കുന്നുണ്ട്. അപ്പം നല്ല ആഹാരമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഏത് ഹോട്ടലിൽ കിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികളൊക്കെ തമ്മിൽ പറയുമ്പം അവർ പറയും ബുസിൻ, അവിടുത്തെ നല്ല ബുസിനാടാ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും മലയാള ഭാഷയിൽ എഴുതാനൊക്കത്തില്ല, ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതാനൊക്കത്തില്ല, എഴുത്ത് ഭാഷയ്ക്കൊന്നും ഈ വാക്കുകൾ രുചിക്കത്തില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ അതിന് മീനിങ്ലെസ് ആയിട്ട് കണക്കാക്കുകയും ചെയ്യും. അപ്പം നല്ല ഫുഡിന് ബുസിൻ എന്നാണ് കുട്ടികൾ പറയുന്നത്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്യാമ്പസിലെ ചില ട്രെൻഡി വേർഡുകളൊക്കെ ധാരാളം ഉണ്ട്. അതുപോലെ ഫ്ലെക്സിങ് എന്നൊരു വാക്ക് കോളേജ് കുട്ടികൾ, പെൺകുട്ടികളെ ഷോയൊക്കെ കാണിക്കുന്ന പയ്യന്മാരൊക്കെ ഉണ്ട് നമ്മുടെ സ്കൂളിലും കോളേജിൽ. അവിടെ ഫ്ലെക്സിങ് എന്നതിന് പറയണം. അങ്ങനെ കാണിക്കുന്നവന്മാർ ഫ്ലെക്സിങ്. അതുപോലെ 1-2 പ്രേമം, 1-2 സ്നേഹമൊക്കെ ഉള്ള 2-3 കുട്ടികളെ ഒരേ സമയം സ്നേഹിക്കുന്ന പയ്യന്മാരും ഉണ്ട്. അപ്പോൾ അവർ അതിന് പറയുന്നത്, വേറൊരു പെൺകുട്ടിയായിട്ട് ഒരുത്തൻ സംസാരിക്കാൻ അവനോട് തിരിച്ചു ചോദിച്ചാൽ അത് ആരാണ്, നിൻ്റെ ബെസ്റ്റിയാണോ? അല്ല, അത് എൻ്റെ സൈഡ് ചിക്കാണ്. ചിക്കെന്ന് പറഞ്ഞാൽ ചിക്കൻ, കോഴി.
അത് SID സൈഡ് ചിക്ക്. അപ്പം പിന്നെ അത് മെയിൻ ചിക്ക് വേറെ ഉണ്ടെന്ന്. അതാണ് അവരുടെ ഭാഷകൾ. അതിൽ ഈ കോളേജിനകത്ത് ഒരാളുടെ റിലേഷൻഷിപ്പ് മറ്റൊക്കെ സംസാരിക്കുമ്പം ബാക്കപ്പ് പാർട്ട്ണർ എന്നും പറയും. കാരണം ഒരു പെൺകുട്ടിയോട് നല്ല സ്നേഹവും അടുപ്പമൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരു പെൺകുട്ടിയോടും അതുപോലെ തോന്നാം. അതൊരു ബാക്കപ്പ് പാർട്ട്ണറാണ് എന്നാണ് അവർ പറയുന്നത്. എപ്പോഴും നമുക്ക് ഇതുപോലുള്ള വാക്കുകൾ സുലഭമാണ് കുട്ടികളുടെ ഇടയിൽ. അത് സ്കൂൾ കോളേജിലേക്ക് ഉള്ള കുട്ടികളാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. തകൃതിയായിട്ട് ചില വാക്കുകളൊക്കെ ഇങ്ങോട്ട് വരും. ക്യൂട്ടായ ആൾക്കാരെ കണ്ടാൽ അത് കൊറിയൻ സിനിമയിൽ ഈ കുട്ടികളെല്ലാം ഭ്രാന്ത് പിടിച്ച് കാണും. അതിനകത്ത് വളരെ ക്യൂട്ടായ പെൺകുട്ടി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന കൊള്ളാവുന്ന ആളിനെ ഇവർ പറയും ഒരു പുതിയ പൂക്കി ഉണ്ട് ആ സിനിമയിൽ, ആ കൊറിയൻ സിനിമയിൽ ഒരു പൂക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ അതിനാണ് അവർ പൂക്കി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം വാക്കുകൾ നമ്മുടെ മലയാളത്തിലോട്ട് കയറി ഇറങ്ങി വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദിയിലൊക്കെ ഉണ്ട്. മലയാളത്തിൽ സജീവമായ ഈ വാക്കുകൾ ഇപ്പം അടി നടന്നത് ആ കുട്ടികൾ തമ്മിൽ അവർ അടിക്കാൻ കാരണം ബെസ്റ്റി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയുള്ള കോമ്പറ്റീഷനൊക്കെ ഈ സ്കൂൾ കോളേജിലൊക്കെ ഉണ്ട്. കൊച്ചു കുട്ടികളുടെ ഇടയിലും ഇതുപോലത്തുള്ള വാക്കുകൾ പ്രചാരമാണ്. ക്ലാസ് റൂമിലൊക്കെ അവരിത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ലാങ് വാക്കുകൾക്ക് മലയാളത്തിൽ പ്രത്യേക അർത്ഥമൊന്നുമില്ല. അവർ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അവരിങ്ങനെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങ് കോമൺ ആവും. അത് പല സ്കൂളിലേക്കും അങ്ങ് വ്യാപിക്കും. അപ്പം പൊതുവെ ആ വാക്കുകൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ തോന്നുന്നു. അവർക്കറിയാം, നമുക്കറിയില്ല. ഈ കുട്ടികൾ രണ്ടുപേരും എറണാകുളം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അറിയിച്ചു. അവർ അതിനകത്ത് നടപടി വല്ല എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികൾ അനാവശ്യമായി സമയം ചെലവഴിക്കുന്നതും ശാരീരികമായ അടിപിടി നടക്കുന്നതൊക്കെ ഇതുപോലെ ചില വാക്കിന് മാത്രമാണ്, അല്ലാതെ ഒരു ഇൻ്റലക്ച്വൽ സൈഡിലോട്ടുള്ള ഒരടിയൊന്നും അല്ല അത്. അതുകൊണ്ടാണ് ഈ പുതിയ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം. മെയിൻ ചിക്ക്, സൈഡ് ചിക്ക് ശ്രദ്ധിക്കണം. ഫ്ലെക്സിങ് കോളേജ്, പെൺകുട്ടികളെ ഷോ കാണിക്കുന്നു, അവനെ ഫ്ലെക്സിങ് ആണ് നടത്തുന്നത്. പെൺപിള്ളേരുടെ മുമ്പിൽ ഷൈൻ ചെയ്ത് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അല്ലെങ്കിൽ മസിൽ പെരുക്കി അല്ലെങ്കിൽ ഗമ കാണിക്കുന്ന അല്ലെങ്കിൽ പുതിയ വണ്ടി കൊണ്ടുവരുന്ന കാണിക്കുന്നത്, അത് അവനൊരു ഫ്ലെക്സിങ് ബോയ് എന്ന് നമുക്ക് പറയാം. അപ്പം ഫ്ലെക്സിങ് ഉണ്ട്, മെയിൻ ചിക്കുണ്ട്, സൈഡ് ചിക്കുണ്ട്, പിന്നെ പൂക്കിയുണ്ട്. നല്ല കാണാൻ കൊള്ളാവുന്ന പയ്യന്മാരും. അത് കൊറിയൻ സിനിമയിൽ നിന്നാണ് അത് വന്നതെങ്കിലും ഇവിടെ അത് കോമണായി നല്ല മിടുക്കന്മാർ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളാണ്. ഇവർ പൂക്കി വന്നിട്ടുണ്ടടാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാതാപിതാക്കൾ മനസ്സിലാക്കിക്കോണം. പിന്നെ ബാക്കപ്പ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഒരാൾ പെൺകുട്ടിയായിട്ട് അടുപ്പമുണ്ടെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ ഇടയ്ക്ക് പോയി സംസാരിക്കുന്നുണ്ടെങ്കിൽ ബാക്കപ്പ് പാർട്ട്ണറാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരോട് ഇങ്ങനെയുള്ള സ്ട്രെൻത്ത് വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പം അവർ പറഞ്ഞു തരുന്നതാണ്. ഇതുപോലെ ധാരാളം വാക്കുകളുണ്ട്. അതുപോലെ കള്ളന്മാരുടെ ഇടയിൽ ധാരാളം വാക്കുകളുണ്ട്. അവർ പോലീസിനെ പറ്റിയും പോലീസ് വണ്ടി വരുന്നതിനെ പറ്റിയും അവർക്കൊക്കെ ഇടയിൽ കോഡ് ഭാഷകളുണ്ട്, സ്ലാങ് വാക്കുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. പിക്ക് പോക്കറ്റേഴ്സിനൊക്കെ ധാരാളം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മലയാള ഭാഷയ്ക്ക് അതൊരു സംഭാവന നൽകുന്നില്ലെങ്കിലും ഭാഷ വികൃതമാവും എന്നാണ്. പക്ഷേ അത് കൺവെയൻസിന് രഹസ്യമായിട്ടൊരു കാര്യം ഒരാളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അവർക്ക് തമ്മിൽ മനസ്സിലാവുകയും ചെയ്യും.